പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Praise the Lord. इस आशीषित दोपहर के समय के लिए हम परमेश्वर को धन्यवाद देते हैं। പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ പൂനെയിൽ നിന്ന് ഔറംഗാബാദിലേക്ക് യാത്ര ചെയ്യുവാണ്. और खास तौर से अभी हम महाराष्ट्र के अंदर में पुणे से औरंगाबाद की ओर हम जा रहे हैं। ഔറംഗാബാദിലേക്ക് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ യാത്രക്കിടയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. और यात्रा के दौरान हमारे बीच में एक बहुत ही अनुभवी एक बात घटी। ഞങ്ങള് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു റിവൈവലിസ്റ്റിന്റെ ദൈവം നൽകിയ ദർശനത്തിന്റെ സ്ഥാപനത്തിൽ കാണുവാനിടയായി. और हमने एक आशीषित जो बेदारी को लेके आए एक संस्थापना को हमने देखा। That is मुक्ति मिशन ऑफ पंडिता रमाभाई. और मुक्ति मिशन पंडिता रामाभाई का हमने उस स्थापना को देखा। പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ മഹത്വം വെളിപ്പെട്ട ഒരു സ്ഥലമാണ് മുക്തി മിഷൻസ്. पवित्र आत्मा का असाधारण सामर्थ्य जहाँ पर प्रकट हुआ वो स्थान है मुक्ति मिशन। ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉണർവിനെ കുറിച്ചൊരു ആഗ്രഹവും ദാഹവുമുള്ള വ്യക്തികളാണ് ഞങ്ങൾക്കറിയാം. और हमें देखने वाले आप लोग तमाम लोग एक प्यासे और भूखे हैं पवित्र आत्मा के लिए हम जानते हैं। ഇപ്പോ ഇതിന്റെ ട്രാവൽ റെസ്ട്രിക്ഷൻസും എൻട്രി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ആയതിനാൽ ഈ ടൈം ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് ലൈവ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. और अभी आप लोग सब जानते हैं यात्रा के कुछ रिस्ट्रिक्शंस है और इस कारण हम लाइव नहीं कर पाए वहाँ से। അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻസൈറ്റ് തരാം. इसलिए हमने सोचा कि जो जो इच्छा रखते हैं उनके बारे में हम बताएंगे। 1905 അസാധാരണമായൊരു ഉണർവ് വെളിപ്പെട്ട നോർത്ത് ഇന്ത്യയിൽ ഉണർവ് വെളിപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മുക്തി മിഷൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം. 1905 में लगभग पहली बार भारत के अंदर में एक बेदारी एक जागृति जहाँ पे उतरा पवित्र आत्मा का सामर्थ वो एक स्थान है मुक्ति നമ്മൾ मिशन। പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പറ്റി പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ പറ്റിയും ആഗ്രഹിക്കുന്നവരും കേട്ടുന്നവരും അത് പ്രാപിപ്പാൻ വേണ്ടി കൊതിക്കുന്നവരുമാണ്. हमने पवित्र आत्मा की अग्नि और सामर्थ के बारे में हमने सुना और उसके इच्छा रखने वाले लोग हैं। എന്നാൽ അവിടെ ഒരു അസാധാരണമായ ഒരു അനുഭവം ഞങ്ങൾക്ക് മനസ്സിലായി. और वहाँ पे हमें एक असाधारण अनुभव का एहसास हुआ। ഏകദേശം 70ഓളം സഹോദരിമാർ ഒരുമിച്ച് കൂടി ദൈവത്തെ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന സമയത്ത് लगभग 70 महिला लोग बैठकर प्रभु की आराधना और प्रार्थना करने के समय എന്തുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കാൻ ഇടയായി? क्यों ये प्रार्थना किया? പല രാജ്യങ്ങളിലും അസാധാരണമായ ഉണർവ് റിവൈവൽ വെളിപ്പെടുന്ന ഒരു കാര്യം ഇവർ മനസ്സിലാക്കി. और इन्होंने समझ लिया कि अलग अलग देशों में राज्यों में पवित्र आत्मा का सामर्थ कार्य किया। അങ്ങനെ ഓസ്ട്രേലിയയിൽ നടന്ന ഒരു ഉണർവ് കാണുവാൻ വേണ്ടി പണ്ഡിത രമാഭായി കടന്നു പോകുവാനിടയായി. और ऐसे पंडित रमाबाई वो ऑस्ट्रेलिया की बेदारी को देखने के लिए गए। സോ ആ ഉണർവ് ഞങ്ങളുടെ ഇന്ത്യയിലും നടക്കണമെന്നൊരു ആഗ്രഹം തന്റെ ഉള്ളിലുണ്ടായി. और उनके अंदर एक इच्छा जागरूक हुआ कि हमारे देश में भारत में भी ऐसा होना है। എന്തായാലും അന്നത്തെ കാലത്ത് വിമാനങ്ങളുടെ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നിർബന്ധമായി ഷിപ്പിലായിരിക്കും പോയിരിക്കുന്നത്. और हो सकता है उस समय विमान इतना नहीं होगा तो जहाज में गए होंगे। സോ അങ്ങനെ ആഗ്രഹം തന്റെ ഉള്ളിലുണ്ടായിരുന്നു, ആ ഉണർവ് ഇവിടെ നടക്കണം. और वो इच्छा उनके अंदर था कि वो बेदारी भारत में होना है। പ്രാർത്ഥനയാണ് ഉണർവിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞ ഈ സഹോദരി കടന്നു വന്ന് ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിക്കുവാനിടയായി. प्रार्थना वो बेदारी का कारण है समझकर यहाँ पर आकर उन्होंने प्रार्थना का एक मूवमेंट शुरू किया। അത് 70 പേരുള്ള ഗ്രൂപ്പ് മാറി അത് 700 പേരുള്ള ഗ്രൂപ്പായി. और वो 70 से हटकर 700 लोगों में बदल गया। സോ ഇങ്ങനത്തെ ഒരു ഉണർവ് കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടെ ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. और इस प्रकार की बेदारी को देखने के लिए इन्होंने इच्छा के साथ प्रार्थना करना शुरू किया। ഒരു അതിശയോക്തി ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടായി. और वहाँ पे चकित करने वाली एक अनुभव हुआ। The real fire of the Holy Spirit came in that place. वास्तविक अग्नि जो देख सकते अपनी नग्नी आंखों से वैसी उतरा। We have seen the fire, the Holy Spirit coming and resting upon the people. और हम वहाँ पे देख सकते हैं कि पवित्र आत्मा का दृश्य रूप से अग्नि उतरा और लोग पाए। But here what happened is like the real fire of the Holy Spirit came where the people could witness the fire even real. और वहाँ पर उन लोगों के पास में क्या हुआ, वो अग्नि को वो देख पा रहे थे। इस प्रकार पवित्र आत्मा का सामर्थ्य उतरा। ഞങ്ങൾ അവിടെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുവാനിടയായത്, और हमें भी अचंभित करने वाली जो बात हम जो समझ पाए, അവിടുത്തെ ഞങ്ങളെ ആ സ്ഥലം കൊണ്ടുപോയി കാണിച്ച ഒരു പാസ്റ്റർ പ്രകാരമാ പറഞ്ഞേ. और वहाँ जो जगह दिखाने के लिए हमें जो एक पासबान उन्होंने ऐसे बताया, ഒരു മൊസ്കിറ്റോ നെറ്റിനകത്ത്
ഒരു വ്യക്തി ഇരിക്കുന്നത് പോലെ ഫയർ ആ സഹോദരിയുടെ ചുറ്റും അത് വന്ന് നിറയുവാനിടയായി. वहां एक बहन थी जिसको पवित्र आत्मा की अग्नि ने मानो मच्छरदानी के चादर के समान उनको ढेर लिया. സോ പരിശുദ്ധാത്മാവിന്റെ നാച്ചുറലായി റിയലിസ്റ്റിക് ആയിട്ടുള്ള സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു. पवित्र आत्मा का जो एक प्राकृतिक रूप से वहां पर अग्नि उतरा. സോ അവിടെ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, वहां क्या हुआ पूछे तो ഇത് കണ്ട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് മറ്റുള്ള വ്യക്തി യഥാർത്ഥമായി തീ കത്തുവാന്ന് കരുതി വെള്ളം കൊണ്ട് അണയ്ക്കാൻ നോക്കി. और उनके बाजू में जो लेटे हुए थे या प्रार्थना करने वाली जो सहेली थी, उन्होंने सोचा कि वास्तविकता में आग लगी है. वो जाके और दौड़कर बकेट में पानी लेके आके उनको डाला, പക്ഷെ ഈ തീ അണഞ്ഞില്ല. लेकिन वो आग नहीं बुझ रही. പരിശുദ്ധാത്മാവ് കത്തിക്കുന്ന തീയെ ഊതി അണയ്ക്കുവാനോ വെള്ളം കൊണ്ട് കെടുത്തുവാനോ പറ്റത്തില്ല. पवित्र आत्मा के द्वारा जलने वाली आग को आप फूंक मार के या पानी डाल के बुझा नहीं सकते. ഇവിടെ എന്നാ സംഭവിച്ചെന്നറിയോ? वहां फिर क्या हुआ? അതിനുശേഷം ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ആഗ്രഹമുണ്ടായി. പണ്ഡിത രമാഭായി എടുത്ത് പോയി പറഞ്ഞു, ഈ സഹോദരിക്ക് മാത്രം എന്താ ഈ അനുഭവം, ഞങ്ങൾക്ക് എന്താ ഉണ്ടാകാത്തത്? और इस घटना को वो सहेली ने दौड़ कर जाकर पंडित राम भाई को बताया, और उन्होंने भी मन में कहा कि हमारे जीवन में भी ऐसी अनुभव क्यों नहीं हो सकता है. പണ്ഡിത രമാഭായി അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുക, ദൈവത്തോട് പാപത്തെ ഏറ്റുപറയുക, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ നിങ്ങൾക്ക് ലഭിക്കും. पंडित राम भाई ने वहां पे बताया कि हम जब मन फिराते हैं, पश्चाताप करते हैं, पापों को सब अंगीकार कर कर प्रार्थना करेंगे तो पवित्र आत्मा का सामर्थ्य സോ आएगा. ഇവർ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാനിടയായി. वो फिर दोबारा बैठकर प्रार्थना करने അവിടെ लगे, കൂടിയിരുന്ന 700 പേരുടെ പേര് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. और लगभग 700 लोग जहाँ इकट्ठा थे उनके ऊपर भी पवित्र आत्मा का सामर्थ्य उतरा. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച സ്ഥലത്ത് പുക കൊണ്ട് നിറയുവാനിടയായി. जहाँ पर वो प्रार्थना कर रहे थे वहां पे मानो धुआं उठने लगा. ഇത് കണ്ടുകൊണ്ട് പല സ്ഥലത്തുള്ള നെയ്ബേഴ്സ് they came rushing to see what was happening. और ये देखकर आसपास के गांव के लोग आके पूछने लगे क्या होने लगा. They were thinking it was real fire that is burning in this place. और उनको लगा कि वो कलीसिया में आग लग गई है. You know what we heard was like they brought bucket full of water to pour there so that they can quench the fire. और हमने ऐसा ही सुना कि वहां पर लोगों ने सुना कि आग लग रही है, इसलिए लोग पानी लेके आने लगे बकेटों में. എന്നാൽ പണ്ഡിത് രമാഭായി പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന അഗ്നിയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ തീയാണ്. लेकिन वहां पे पंडित राम भाई ने उनको समझाया कि जो आप देख रहे हैं वो वैसा आग नहीं है, पवित्र आत्मा का आग है. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഇവർ സുവിശേഷകരായി മാറുവാനിടയായി. और आसपास के गांव में वहां पे सुसमाचार के प्रचारक बन ഇന്ന് गए. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തൻ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ വെളിപ്പെട്ടാൽ നീ പുറപ്പെടുവാനിടയായി തീരും. आज मुझे सुनने वाले प्रभु के लोगों, प्रभु के अभिषेक थे, यदि पवित्र आत्मा का सामर्थ अभिषेक आपके ऊपर आता है तो आप निकल पड़ेंगे. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നത് നീ മിണ്ടാതിരുന്ന് കൈയടിച്ച് അന്യഭാഷ പറയാൻ മാത്രമല്ല. अभिषेक जो आपको मिला है वो खाली खामोश बैठकर अन्य भाषा बोलने के लिए नहीं है. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നു, നിങ്ങൾ പുറപ്പെടുകയാണ്. जब पवित्र आत्मा तुम्हारे ऊपर आता है तुम सामर्थ पाते हो और तुम निकल पड़ते हो. You know, supernaturally ദൈവത്തിന്റെ ഗ്ലോറി പണ്ഡിത് രമാഭായിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നു. एक अलौकिक तौर से तरीके से पवित्र आत्मा का सामर्थ पंडित राम भाई के समय में हुआ. പണ്ഡിത് രമാഭായി മരിച്ചു, മൺമറഞ്ഞു. पंडित राम भाई भी मर गई, मिट गई. തന്റെ മേൽ വെളിപ്പെട്ട അഗ്നി ഇന്നുമുണ്ട്. उनके ऊपर जो प्रकट हुआ अग्नि आज भी ആ है. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും നിങ്ങളെ തൊടുവാൻ തയ്യാറാണ്. वो पवित्र आत्मा की शक्ति आज भी आपको छूने के ആ लिए काफी है. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെയും ശക്തമായി ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. वो पवित्र आत्मा का शक्ति यदि पाने के लिए आज आप तैयार है तो परमेश्वर आपको भी इस्तेमाल कर You know, सकता है. ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾ അവിടെ കേൾക്കുവാനിടയായി. बहुत सारे अनुभव हमने आज उधर सुना. You can share what was your experience and what he was telling us. आइए हम उस बातों को कुछ चर्चा करेंगे. हमारे साथ और भी भाई लोग हैं, वो आपका क्या अनुभव रहा? Amen. So, one of the guides, that is Pastor Kamble, he was explaining about the same fire and the normality in his sound. He just said, like, this person, this one prayer warrior was praying and she was filled, like, with a blanket of fire, and he went on speaking. Like, for people like us, I was surprised at the normality at which it said, like, that she was filled with fire and everybody watched her on fire and the church was on fire. Amen. So if you know the anointing of God in such a normal way, supernatural things don't even, like, don't surprise you because you're already expecting it from God. Amen. And one of the things he said was, like, 5 wells were dug by people. And അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഇപ്രകാരമാണ്, 5 കിണറുകൾ കുഴിക്കുവാനിടയായി. और इन्होंने एक अनुभव को बताया कि वहां पर 5 कुएं उन्होंने खोदे. and they got so tired, they were like, we're not working anymore. The workers left their equipments inside the well and they went back to their village. അതിലെ കിണറിൽ വെള്ളം വരാത്തോണ്ട് ഇനി ഞങ്ങൾ പണി ചെയ്യുന്നില്ല തീരുമാനിച്ച ഇവരെന്ത് ചെയ്യുന്നറിയോ, ആ പണി സ്ഥാപനങ്ങളെല്ലാം കിണറിനകത്ത് കുഴിക്കപ്പെട്ട പൊട്ട കിണറെന്ന് തന്നെ പറയാം, വെള്ളമില്ലാത്ത കിണറിനകത്ത് അവരിട്ടിട്ട്
ടയർഡായി അവർ തിരിച്ചു പോവുക. और वहां पे हम देख सकते हैं जो 5वां कुआं इन्होंने खोदा था, वहां पर कोई पानी नहीं, कुछ नहीं, बहुत मेहनत किया। मजदूरों ने क्या किया, अपने औजार सब वहीं छोड़ के वो चले गए। And Pandita Ramabai was like, do not worry. She went back to her room, locked herself in the evening. She did not have a dinner, nothing. She waited and prayed till 4 o'clock in the morning. ഈ സഹോദരി പണ്ഡിറ്റ് രമാഭായ് എന്ത് ചെയ്യുന്നറിയാമോ? അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ കുഴിച്ച 5 കിണറുകളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. താൻ പോയി റൂം അടച്ച് വാതിലടച്ച് ഡിന്നർ കഴിക്കാതെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു രാവിലെ 4 മണി വരെ. और आपको मालूम है क्या हुआ वहां पर? पंडित रामा भाई उनसे बोला, आप चिंता मत करिए, कोई बात नहीं। वो वापस अपने घर गई, उन्होंने एक कमरे में अपने आप को बंद कर लिया, रात का भोजन भी नहीं किया और प्रार्थना में बैठ गई। सुबह भोर के 4 बजे तक प्रार्थना किया। And she heard God's voice saying, go back to the well to find out what's happening there. Like, താൻ ദൈവശബ്ദം കേൾക്കുവാനിടയായി തിരിച്ച് ആ കിണറിന്റെ അടുത്തേക്ക് പോയി നോക്ക്, പൊട്ട കിണറിൽ നീ അത്ഭുതം കാണാൻ പോവാന്ന്. और उन्होंने परमेश्वर की आवाज को सुनकर उन्होंने उस जगह को जाने के लिए पवित्र आत्मा ने अगुवाई किया और देख वहां पर क्या हो रहा है। and it's been 130 years, 12 ducts, 12 wells have been dug. None of them went dry even when they're using it 24/7. It's 130 years. ഇപ്പോ 130 വർഷമായി അവിടുത്തെ അനുഭവം എന്താണെന്നറിയോ? അന്ന് കുഴിച്ച കുഴികൾ 5 എണ്ണം മാറി 13 കുഴികൾ ഇപ്പോ കിണറുകൾ കുടിച്ചിട്ടുണ്ട്. ഒരു കിണർ പോലും ഇതുവരെയും വേനൽക്കാലത്ത് പോലും അത് വറ്റിയിട്ടില്ല. और आपको सुनकर बड़ा अचंभित होगा, वहां पर लगभग 12-13 कुएं हैं जिनको 130 साल हो गए उस समय खोदा था, लेकिन आज तक भी वो पानी सूखा नहीं है, बिल्कुल शुद्ध और देखने लायक मीठा पानी। ആയിരക്കണക്കിന് വ്യക്തികൾ, മുക്തിഭവനിലുള്ള കുഞ്ഞുങ്ങൾ, അന്ധരായിരിക്കുന്ന വ്യക്തികൾ, ഒത്തിരി എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എല്ലാം ഇവിടെ ഈ കിണറിൽ 13ാമത്തെ അവർ കുഴിച്ച കിണറിൽ നിന്ന് വെള്ളം കുടിക്കുക ഡെയിലി. ഇന്ന് വരെ അത് വറ്റിയിട്ടില്ല. Also you can see the bottom of this well, clearly when you watch from the top, the water is that clean. ആ കിണറിന്റെ വേറെ പ്രത്യേകത എന്നാണെന്നറിയോ? മേളിൽ നിന്ന് കിണറിന്റെ അകത്തോട്ട് നോക്കുമ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന കല്ല് പോലും കാണാൻ പറ്റും. और वहां पर हम देख सकते हैं हजारों बच्चे, विकलांग, जो अंधे हैं, औरतें हैं, बच्चे हैं, इन सबको वहां पर रखा गया है। सबको वहां से पानी पीने को मिलता है। और दूसरी एक खासियत, ये कुएं को यदि आप ऊपर से देखेंगे तो इतना शुद्ध पानी और इतना साफ पानी की नीचे पड़ा हुआ पत्थर भी आप देख सकते हैं। അത്ര ക്ലീൻ ആയിട്ട് പരിശുദ്ധാത്മാവ് ചെയ്ത ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. इतना साफ पानी पवित्र आत्मा जब करता है तो इतना अद्भुत तरीके से करता നിങ്ങളുടെ है। ജീവിതത്തിലും വറ്റാത്ത ഉറവകൾ ദൈവാത്മാവ് തുറക്കട്ടെ. आपके जीवन में भी ना सूखने वाली झरने प्रभु खोले। വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്ക. विश्वास के कदम ले। ഇത് ഈ സമയം ചെലവഴിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയോ? ये समय लेकर जो हम आपसे बात कर रहे हैं, इसका क्या कारण है? പരിശുദ്ധാത്മാവിന്റെ തീയുള്ള താങ്കൾ എഴുന്നേൽക്കുക. पवित्र आत्मा का आग रखने वाले आप उठ जाएं। പരിശുദ്ധാത്മാവിന്റെ അഗ്നി ചുമക്കുന്ന താങ്കൾ എഴുന്നേൽക്കുക. पवित्र आत्मा की अग्नि रखने वाले आप उठ जाएं। ആമേൻ. ഈ നമ്മുടെ തലമുറയിൽ ഭാരതം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. हमारे इस पीढ़ी में लोग पवित्र आत्मा से भर जाए। ഈ വർഷം പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുടെ വർഷമാണ്. ये साल पवित्र आत्मा की एक बेदारी का समय है। കൊറോണയുടെ വർഷമല്ല കേട്ടോ. कोरोना का समय नहीं है। പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുടെ വർഷമാണ്. पवित्र आत्मा का अदला बदली का समय है। പരിശുദ്ധാത്മാവ് തന്റെ ആത്മാവിനെ പകരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മഭാരവും പരിശുദ്ധാത്മാവിന്റെ നിറവും ആഗ്രഹവും വിളിയുമുള്ള താങ്കൾ എഴുന്നേൽക്കുക. അടുത്തൊരു പണ്ഡിത രമാഭാവിയായി താങ്കൾ തീരട്ടെ. पवित्र आत्मा की जो सामर्थ जब हमारे ऊपर उंडेला जाता है तो एक आत्म भार के साथ, एक भोज के साथ, एक अग्नि के साथ हम भी उठ जाए और इस भारत के अंदर में अगले पंडित रामा भाई के समान होने के लिए तैयार हो जाए। നിങ്ങൾ പൂനെയിലേക്ക് കടന്നു വരുവാണെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം. यदि आप पुणे की तरफ आते हैं तो जरूर इस जगह को आप जाइए, देखिएगा। ഇന്ത്യയിൽ പരിശുദ്ധാത്മാവിന്റെ തീ ലിറ്ററലി ഇറങ്ങി വന്ന സ്ഥലമാണ്. भारत में पवित्र आत्मा की शक्ति जो देखने लायक अग्नि रूप में उतरा हुआ ഈ जगह। തീയുടെ പ്രത്യേകത നശിപ്പിക്കുന്നതല്ല, പണിയുന്ന തീയാണ്. इस आग की खासियत ये नाश नहीं करती, बनाती है। പണ്ഡിത രമാഭായിയുടെ പ്രാർത്ഥനയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ തീ രാജ്യങ്ങളെ കത്തിച്ചു. ആയിരക്കണക്കിന് മിഷണറിമാരെ എഴുന്നേൽപ്പിച്ചു. ആയിരക്കണക്കിന് വ്യക്തികളെ ആമേൻ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു വലിയ ദർശനത്തോടെ താൻ മുന്നേറുവാനിടയായെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ മേലും ആ തീ ഇറങ്ങട്ടെ, നിങ്ങളുടെ സഭയിലെ മേൽ ആ തീ ഇറങ്ങട്ടെ, നിങ്ങളുടെ മിനിസ്ട്രിയിലെ മേൽ തീ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ദൈവം നിങ്ങളെ നിറച്ച് ഈ കാലഘട്ടത്തിലെ ശബ്ദമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. पंडित
राम भाई के ऊपर उतरा हुआ पवित्र आत्मा का अभिषेक की खासियत यही है कि अनेकों हजारों उन्होंने सेवकों को, Yes. मिशनरियों को उन्होंने खड़ा किया उदामना परमेश्वर के राज्य के शाम्रबातियाना। निर्माण के लिए। कई लोगों को उन्होंने अलग अलग जगहों में भेजा, अनेक राज्यों के लिए एक बेदारी का कारण हुआ। अगर ऐसा है तो हमें भी उठने का समय है, हमें भी निकल पड़ने का समय है। വളരെ ഇഷ്ടത്തോടെ വളരെ ആഗ്രഹത്തോടെ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. बहुत ही चाहत के साथ, बहुत ही प्रेम के साथ हम आज आपको ब्लेस करते हैं। നിങ്ങൾ കാലഘട്ടത്തിന്റെ ശബ്ദമായി തീരട്ടെ. आप इस समय के एक आवाज बन जाए। എന്നെ കേൾക്കുമ്പോൾ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, मुझे सुनते वक्त भविष्यद्वक्ता उठे, അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, प्रेरित उठे, ഇടയന്മാർ എഴുന്നേൽക്കട്ടെ, चरवाहे उठे, ആമേൻ, സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ, सुसमाचार के प्रचारक उठे, വിശ്വസ്തന്മാരായ അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ. विश्वास योग्य अभिषिक्त उठे। പണത്തിനും പ്രശസ്തിക്കും പേരിനും വേണ്ടി നിൽക്കാതെ ആത്മനിറവുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. पैसा, नाम, फेम, उसके अलावा परमेश्वर की कार्य के लिए उठे। ആമേൻ. ഒരു 4.5 അടി മാത്രം ഉയരമുള്ള സഹോദരിയായിരുന്നു രമാഭായി എന്ന പണ്ഡിത രമാഭായി. और लगभग 4.5 इंच की वो फुट की जो रमा भाई थी, എന്നാൽ തന്റെ ഉള്ളിലെ ആഗ്രഹം വലുതായിരുന്നു. लेकिन उनके अंदर की इच्छा बड़ी थी തന്നെ ഉയർത്തിയത് വാനോളം ദൈവം ഉയർത്തി. और उनको इतना ऊंचा सम्मान परमेश्वर ने दिलाया। ശാരീരികമായി തനിക്ക് ഉയരം കുറവാണെങ്കിലും പരിശുദ്ധാത്മാവ് തന്നെ ഉയർത്തിയത് അസാധാരണമായ നിലവാരത്തിലായിരുന്നു. शारीरिक तौर से देखने में कद की वो छोटी थी, लेकिन पवित्र आत्मा ने असाधारण तरीके से ऊंचा किया। ദൈവം നിങ്ങളെ അങ്ങനെ ഉപയോഗിക്കട്ടെ. परमेश्वर आपको भी ऐसा इस्तेमाल करे। കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. परमेश्वर का हाथ आपके ऊपर प्रकट നിങ്ങൾ हो। യേശുവിന്റെ ശബ്ദമായി തീരട്ടെ. आप यीशु की आवाज बन जाए। ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സ്വർഗം നിങ്ങളെ ഒരു ആയുധമായി തന്റെ കരങ്ങളിൽ എടുക്കട്ടെ. हजारों, 10,000, लाखों, करोड़ों लोगों के लिए एक आशीष का कारण बनने के लिए परमेश्वर आपको एक हथियार के समान इस्तेमाल करे। ഇന്ന് പകൽക്കാലം ഞാൻ പറയും, നിങ്ങൾ ഒരു ചരിത്രമാകുവാനായി പോകുന്നു. आज दोपहर में ऐसे बोलूंगा, आप एक इतिहास बनने जा रहे നിങ്ങൾ हैं। ഒരു ചരിത്രമാകാൻ പോവുകയാണ്. आप एक इतिहास बनने जा നിങ്ങൾ रहे നോക്കി, हैं। ഞാനത് പ്രവചിക്കുന്നു, നിങ്ങൾ ഒരു മൂവ്മെന്റ് ആകാൻ പോവുകയാണ്. मैं आपको देखकर भविष्यवाणी कर रहा हूँ, आप एक मूवमेंट बन നിങ്ങൾ रहे ഒരു हैं। ചലനമാകാൻ പോകുന്നു. आप एक छलन में बदल വെറും रहे ഒരു हैं। സഭ എന്നല്ല, വെറും ഒരു പ്രസ്ഥാനം എന്നല്ല, വെറും ഒരു മിനിസ്ട്രി എന്നല്ല, ആത്മഭാരമുള്ള നീ ഒരു ചലനമാകാൻ പോവുകയാണ്. केवल कोई कलीसिया, संस्था या कोई ऐसी मिनिस्ट्री नहीं, लेकिन आप एक आत्मभोर भार रखने वाले एक व्यक्ति बनने जा रहे ചലനം हैं। നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, നിർജീവമായിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾക്ക് ജീവൻ പകരുന്ന ഒരു മൂവ്മെന്റ് ആയി നിങ്ങൾ തീരാൻ പോവുകയാണ്. और कुछ लोग जो बोलते हैं सब कुछ नष्ट हो गया, सब कुछ खो गया, लेकिन उनके अंदर जीवन देने वाले एक मोमेंट में आप बदल रहे हैं। പട്ടണങ്ങള്, ഗ്രാമങ്ങളെ കത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. नगरों में, गांवों में आग लगाने के लिए वो आग आपके अंदर बढ़े। അതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, इसलिए हमें एक ही बात कहना है, ഇന്റൻസിഫൈ ദ ഫയർ ദാറ്റ് ഈസ് ഇൻ യു. आपके अंदर जो आग है उसको पहचानिए। ആമേൻ. ആ തീയുടെ ക്വാണ്ടിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഓരോ നിമിഷവും. उस आग को बढ़ाते रहे। അകത്തളങ്ങളിൽ തീയുള്ളവനെ കെടുത്തിക്കളയുവാൻ പിശാചിന് കഴിയുകയില്ല. जिसके अंदर आग है उसको शैतान बुझा नहीं सकता। കൊറോണയ്ക്ക് കഴിയത്തില്ല, कोरोना भी नहीं कर ഒരു सकता, ഭയത്തിനും കഴിയത്തില്ല, कोई भी डर भय कुछ ഒരു नहीं, പിശാചിന്റെ തന്ത്രങ്ങൾക്കും കഴിയത്തില്ല. कोई भी शैतान की युक्ति सफल नहीं। അകത്തളങ്ങളിൽ തീയുള്ളവൻ കത്താത്ത സ്ഥലങ്ങളെ കത്തിച്ചുകൊണ്ടേയിരിക്കും. अंदर जिसकी आग है, जहाँ आग नहीं वहाँ पे भी जलाती रहती അവൻ है। നടക്കുന്ന സ്ഥലം അനുഗ്രഹമായി തീരും. वो जहाँ चलता है वो आशीषित അവൻ होता है। ഇടപെടുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. जिनसे वार्तालाप करते, बातचीत करते, वहाँ परमेश्वर की महिमा അവൻ प्रकट होती है। കുടുംബങ്ങൾക്ക്, ദേശത്തിന്, രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. वो परिवारों को, देशों, राज्यों के लिए आशीष बन जाता God है। bless you. प्रभु आपको आशीष दे। വളരെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് we bless you in almighty name of Jesus Christ. दिल की गहराई से प्रभु यीशु मसीह के सामर्थी नाम से आपको आशीष देते हैं। നഷ്ടപ്പെട്ടു പോയ വലിയ മഹത്വം ഭാരതത്തിലേക്ക് തിരിച്ചു പിടിക്കാം സഹോദര, തിരിച്ചു പിടിക്കാം പാസ്റ്ററെ. नष्ट हुआ वो असीम सामर्थ हम लोग वापस पकड़ेंगे मेरे भाई। प्रभु के अभिषेक, നിന്റെ ഒരു വാക്കിനു വേണ്ടി, നിന്റെ ഒരു പ്രസംഗത്തിനു വേണ്ടി, നിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങൾ ഭാരതത്തിൽ കാത്തിരിക്കുകയാണ്. आपके एक शब्द के लिए, आपके एक वचन के लिए सुनने के लिए हजारों लोग भारतीयवासी इंतजार कर रहे हैं। യേശുവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവദാസനായി, യേശുവിനെ ഉയർത്തുന്ന, യേശുവിൽ ആനന്ദിക്കുന്ന ഒരു ദൈവദാസനായി, കർത്താവിന് അഭിമാനമുള്ള ഒരു ദൈവമകനായി നിനക്ക് പുറത്തു വരാം, ദൈവമകളായി പുറത്തു വരാം. സ്വർഗം നിന്നെ സഹായിക്കുമാറാകട്ടെ. प्रभु यीशु मसीह को खुश करने के समान एक अभिषेक, एक दासी, एक प्रभु का दास बनकर प्रभु आपको बाहर लेके आए। प्रभु आपको आशीषित करे। This is your time. ये आपका समय है। You are important. आप महत्वपूर्ण हैं। Bye bye. बाय बाय।